ഉറക്കമൊക്കെ സുഖമായിരുന്ന മോളെ? ഇവർക്കൊക്കെ വെറുമ്പായ കയറുന്ന പയക്കുണ്ടാവില്ല. നന്നായി ഇറങ്ങി. ഇനി ചായ ഇട്ട് കൊടുക്ക്. ഇവർക്കൊക്കെ കിടക്കപ്പായെന്ന് ചായ കുടിച്ച ശീലം ഉണ്ടാവും. പട്ടാളത്തിൽ ഞങ്ങളും അങ്ങനെയായിരുന്നു. ആ പാല് നല്ലോണം ഒഴിച്ചോട്ടോ. ഇന്നും പത്രം വായിക്കലുണ്ടാവുമല്ലോ. ഇവിടെ വന്നോണ്ട് ഇനി അത് മുടക്കണ്ട. അമ്മേ, ഈ ആടൊന്നും തിന്നുന്നില്ല. അതെ, തീറ്റിക്കുന്ന ആളിന് മെടുക്കില്ലാഞ്ഞിട്ടാ. ഏത് നേരം ഇതിനെ കൊണ്ട് കൃഷി മറിയില്ല പെണ്ണ്. ഒന്നിനിട്ട് കിട്ടൂല. മോളെ, ഇവിടെ എനിക്ക് മാത്രമുള്ള ആട്. പിന്നെയും തുടങ്ങിയല്ലോ ഇവരുടെ ആടുപുരാണം. ഓ, നിന്റെ യുദ്ധകഥകൾ നല്ലതാ. മോളെ, ചോദിക്കുന്നതിൽ വിഷമിക്കരുത്. മോൾ എവിടുന്ന എന്താ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ച് ദൂരെന്നാ, പറയാനായിട്ട് ആരുമില്ല. ഇവിടുന്ന് നിങ്ങൾ എന്നെ ആട്ടി ഓടിച്ചില്ലെങ്കിൽ ധൈര്യമായി ഞാൻ പറയും, എനിക്കെല്ലാരും ഉണ്ടെന്ന്. അമ്മയും അച്ഛനും എല്ലാം. നീ ആടിനെ എവിടേക്കാ കൊണ്ടുപോണേ? മുതലാളിക്ക് കൊടുക്കാൻ കൊല്ലാനാണമ്മേ. കാലമാട് ഇത് കണ്ടോ മോളെ? മുതലാളിക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ. വിലയ്ക്കോ? എന്ത് വില? മുതലാളിക്ക് ഒരു ആടിന് ആവശ്യമുണ്ടോന്ന് പറഞ്ഞു പിടിച്ചോണ്ട് പോയി. അത്ര തന്നെ. ഇതിവിടെ പതിവ് ചേച്ചി. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാ ഞങ്ങളുടെ മുതലുമില്ല കണ്ണ് വന്ന് എടുത്തോണ്ട് പോകും. നിങ്ങൾ കൈ കെട്ടി നോക്കി നിശ്ചയം ചെയ്യും. അല്ലാതെ എന്താ ചെയ്യ? അവരൊക്കെ വലിയ വലിയ ആളുകളാ. നമുക്ക് അവരോട് ചോദിക്കാനൊക്കോ? ചോദിക്കാൻ കഴിയണം. വലിയവരാന്ന് വെച്ച് എന്ത് തോന്നിയാസം കാട്ടാന്നോ? ഞാനൊക്കെ അറിയാതെ ആടിനെ ചേച്ചി കൊണ്ട് തരും. അസലാണ് ജയപ്രസാദ് ഉറപ്പാ. നീ എന്താണ് കാണിക്കുന്നത്? എന്താണ് കാണിയത്? മുതലാളിയുടെ മോക്ക് സുഖമില്ലായിരുന്നപ്പോ നേർന്ന ആടിനെ ബലി കൊടുക്കാവുന്നു. എന്നോട് ആടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. നാളെ നിന്റെ അമ്മയും പെങ്ങളെയും കുറിഞ്ഞു കൊടുക്കണമെന്ന് പറയും. അപ്പോഴോ കൊണ്ട് കൊടുക്കോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കെല്ലാം തരുന്നത് എന്റെ മുതലാളിയാ. തരുന്നത് ദാനമായിട്ടല്ല, മാടിനെ പോലെ പണിയെടുത്തിട്ടാ. മുതലാളി, നിങ്ങൾ തന്നെ ഒന്ന് രണ്ട് ന്യായം പറഞ്ഞു കൊടുക്കും. ആരാണ് ഇവിടെ വന്ന് കമ്മ്യൂണിസം പറയുന്നത്? എടി പോടിന്നൊക്കെ തന്റെ കെട്ടിവെച്ചെന്നുള്ളി. ദൈവത്തിന്റെ പേരും പറഞ്ഞ് പാവങ്ങളെ കുരങ്ങളെത്തിക്കുന്നതും പോരാ, ദേവി പ്രസാദത്തിന് അവരുടെ ചോര തന്നെ വേണം ഓർക്കാൻ. എന്ത് പറഞ്ഞിട്ട് നീ? മൃഗങ്ങളെ മാത്രമല്ല, വേണമെങ്കിൽ മനുഷ്യരെ ഞാൻ കുറിച്ച് കൊടുക്കും. കൊടുത്തോ? തറവാട്ടി തന്തയ്ക്ക് കൊടുക്കാത്ത കുട്ടികൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഇഷ്ടം പോലെ ബലി കൊടുത്തോ. ഈ പാവങ്ങളുടെ ചങ്ക നിവേദിച്ചു വേണ്ട തനിക്ക് ദേവി പ്രസാദം. പിടിച്ചോണ്ട് പോടാ. മഹാഭാവി നശിച്ചു പോവാടാ. നല്ല മുറിവുണ്ട്. നല്ല മുറിവല്ലേ, ചീത്തയല്ലല്ലോ. എങ്കിലും അവിടെ കിടക്കട്ടെ. ഈ കുട്ടിക്ക് തല പോയാലും തമാശയാ. എന്നാൽ അവൻ ചെയ്തത് ഓർക്കുമ്പോ ഇക്കണക്കിന് പെറ്റ എന്നെ അവൻ തല്ലാതിരിക്കും. എനിക്കതിൽ അതിശയല്ലമ്മേ. ഉള്ള പണി പോയാ പിന്നെ എന്ത് ചെയ്യുന്നെന്ന വേവലാതിയ ചിങ്കന്. ആ പേടിയിൽ എന്തൊക്കെ ചെയ്യുന്നെന്നോ എന്തൊക്കെ നഷ്ടപ്പെടുന്നെന്നോ അവനറിയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവരുടെയും കാര്യം അതാ. ആ സംസാരിച്ചിരിക്കാണ്ട് എനിക്കെന്തെങ്കിലും കുടിക്കാനെടുത്താട്ടെ. ചിങ്ക, ഞാൻ അവിടുന്ന് പോന്നു. എനിക്കാ പണി വേണ്ട. എന്നോട് പൊറുക്കണം. മറക്കാനും പൊറുക്കാനും ഇതിലെന്തിരിക്കുന്നു ചിങ്ക? എനിക്കിത്തിരി നൊന്താലെന്താ? ചിങ്കൻ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. പണിയില്ലെങ്കിലും വേണ്ടില്ല, ചിങ്കേട്ടനൊരു മനുഷ്യനായി കണ്ടല്ലോ, എനിക്കത് മതി. അതിന് നന്ദി പറയേണ്ടതേ ആ ഭൈരവിയോടാ. അവര് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കൂ. അവരാരാണെന്ന് നീ അന്വേഷിച്ചു? കൂടുതലൊന്നും പറഞ്ഞില്ല. പേര് ഭൈരവീന്നാ. ആരോരും ഇല്ല, അത്രയൊക്കെ അറിയും. എന്തായാലും ഞാൻ അവരോട് കാണിച്ചത് കടുങ്കയായി. നല്ല മുറിവുണ്ട് ഒരാക്കി.
എനിക്ക് എന്ത് ദേഷ്യം വന്നെന്നറിയോ? ഇയാളെ കൊല്ലാൻ തോന്നിയതാ. ഇപ്പോഴും കൊല്ലാൻ തോന്നുന്നുണ്ടോ? ഉഹും. ഇപ്പൊ എനിക്ക് വളർത്താനാ തോന്നുന്നത്. ചേച്ചി ആ നടക്ക്. എങ്ങോട്ടാ? പറഞ്ഞനുസരിച്ചാ മതി. വെറുതെ വാശി പിടിക്കാതാ മോര. നിന്നേക്കാ വലിയ തുകയ്ക്ക് എനിക്ക് ലേലം പിടിച്ചെടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല, വെറുതെ എന്തിനാ കാശ് കളയുന്നെന്ന് വിചാരിച്ച. അതാണ് കാര്യം. നിങ്ങളൊരു ധാരണയിലെത്തിയാൽ രണ്ടുപേർക്കും മെച്ചമാ. ഇനി എന്തോന്ന് ധാരണ ഉണ്ടാക്കാനാ? നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചില്ലേ? കഴിഞ്ഞ തവണ വിളിച്ചതിന്റെ പാതി ഷാപ്പോലും ഇത്തവണ എനിക്ക് കിട്ടില്ല. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു റേഞ്ചിന്റെ കാര്യത്തിൽ മാത്രം ഈ കടുംപിടുത്തം വേണോ? കമ്മീഷണർക്ക് അറിയാമല്ലോ, ആ റേഞ്ച് ഉണ്ടായത് മുതൽ ഞാനാ പിടിച്ചെടുക്കുന്നത്. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം തന്നെ. എന്ത് തുകയായാലും ഇക്കുറി ഞാനത് വിളിച്ചെടുക്കും. എന്തിനാ ഇങ്ങനെ ഒരു കിടമത്സരം? മിസ്റ്റർ ദാമോദരന് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യേ? താൻ തന്റെ പണി നോക്കണോ? തനിക്ക് സർക്കാർ ശമ്പളം തരുന്നത് കമ്മീഷൻ പണി നോക്കാനാ, നമ്പീശന് വക്കാലത്ത് പിടിക്കാനല്ല. ഞാൻ തരുന്നത് പണമല്ലേടോ. പണം പോലെങ്കിൽ ചോദിച്ചോ. സ്നേഹം കാണിച്ചെന്നെ കൂട്ടിക്കൊടുക്കാൻ നിൽക്കരുത്. ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അയാളെ കിട്ടില്ല എന്ന്. അതാണ് ബിസിനസ്. മുതലാളിമാർക്ക് ഒറ്റക്കാര്യത്തിലെ ഐക്യം ഉണ്ടാകാവൂ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത്. എന്തായാലും ഇത്തവണ ഞാൻ ആ റേഞ്ച് വിട്ടുകൊടുക്കില്ല. പക്ഷെ അവൻ ലേലത്തിൽ പങ്കെടുത്താൽ ലക്ഷങ്ങളാണ് എനിക്ക് നഷ്ടമാകുക. എന്ത് ചെയ്തു അവനെ ഒഴിച്ചു നിർത്തണം. ദാമോദരൻ മുതലാളി. അതെ, ഞാൻ തന്നെ. നമ്പീശനിലെ ഇവിടെ? എടോ നമ്പീശനിലെ എന്ന് ഉണ്ട്. അദ്ദേഹത്തിന്റെ പൂജാ സമയമാണ്. മുതലാളിക്ക് സമയമില്ലാത്തതുകൊണ്ട് പകരം ഞാനാ ചെയ്യുന്നത്. അദ്ദേഹം അകത്ത് ഡിസ്കഷനിലാണ് ഗോൾഡുമായിട്ട് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. താൻ ഈ മണിയടിയൊന്നും നിർത്തോ? മണി കയ്യിലില്ലാതെ തന്നെ മണിയടിച്ച് പഴക്കമാ. പിന്നെ മണി കയ്യിൽ കിട്ടിയാലത്തെ കാര്യം പറയണോ? എനിക്കിവിടെ ഇതാണ് സാർ മണി. മണി ദാമോദരന്റെ കൊലക്കേസ് അന്വേഷിക്കാനാണ് വന്നത്. ഓ, ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. വേണം വേണം. മാസം തോറും സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നല്ലേ, എന്തെങ്കിലും ഒരു പണി ചെയ്യുന്ന നല്ലതാ. വിളിക്കേ. ഓ ശരി. സെർച്ച് വാറണ്ട്. നമസ്കാരം സാർ. ക്ഷമിക്കണം, ഞാൻ അല്പം ബുദ്ധിയുള്ള കൂട്ടത്തിലാന്നാ വിപ്പ്. ദാമോദരനെ കൊല്ലിച്ച് ഞാനാണെങ്കിൽ അതിന്റെ തെളിവുകൾ ഈ വീട്ടിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടോ? സാർ അത്ര കണ്ട് ചിന്തിച്ചു കാണില്ല മുതലാളി. കുറ്റവാളികളെ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കേണ്ട കാലമല്ലയോ ഇത്. അളിയൻ സ്റ്റേറ്റ്സിൽ നിന്ന് അയച്ചെന്നാ. എങ്ങനെ? നല്ല സെറ്റ്. കുറുപ്പേ, അത് പാക്ക് ചെയ്ത് സാറിന്റെ വീട്ടിൽ കൊടുത്തേക്ക്. അതിനെന്താ? രക്ഷപ്പെട്ടു. പല്ലവന് എന്റെ മേൽ കണ്ണു വെക്കുമോന്നായിരുന്നു പേടി. മുതലാളി അപ്പൊ പറയില്ലേ എന്നെ പൊതിഞ്ഞെട്ടി അങ്ങ് വീട്ടിലെത്തിക്കാൻ. മുതലാളിയുടെ ഭാഗ്യം. എന്തുകൊണ്ടോ ഈ ഉരുപ്പടി അവരുടെ കണ്ണിൽപ്പെട്ടില്ല. പരമനാറികൾ. ഒരു ചെരുപ്പ് പോലും ബാക്കി വെച്ചിട്ടില്ല. സ്ലിപ്പേഴ്സ്. പോട്ടെന്ന് വെച്ചതാ. ആ ദരിദ്രവാസികളെ കൊണ്ടും കാണും എന്തെങ്കിലും കാര്യം. എക്സ്ക്യൂസ് മീ. യെസ്, കണക്ട് ചെയ്യൂ.
ഹോം മിനിസ്റ്റർ കിട്ടി. ഹലോ, ആ നമ്പീശനാ. ഒന്നുമില്ല, നമ്മുടെ വാസുദേവന്റെ കാര്യമാ. ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കാൻ പോണെന്ന് കേട്ടു. അതൊന്നും വേണ്ട, വാസുദേവൻ ഇവിടെ തന്നെ എസ് പി ആയിട്ട് വേണം. ക്യാബിനറ്റ് തീരുമാനോ? ഓ, തന്റെ ഒരു ക്യാബിനറ്റ്. എടോ, ഈ മന്ത്രിസഭ ഉണ്ടായതല്ല, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കി തന്നതാ, അത് മറക്കണ്ട. ദേ, തന്റെ കക്ഷിപ്പെട്ടൊരു MLA എന്റെ മുമ്പിൽ നാടുന്നത്. ഭാവിയിലേ ഇതുപോലുള്ള 10 പേരെ ആട്ടിയാ വീഴുന്ന അവരായിരിക്കില്ല, തന്റെ മന്ത്രിസഭയായിരിക്കും. ആ നോനോ, എനിക്കൊന്നും കേക്കണ്ട. വാസുദേവനെ സ്ഥലം മാറ്റണ്ട. ആ സമ്മതിച്ചു. നമ്പീശന്റെ ഗട്സ് ഭയങ്കരം തന്നെ. ചുമ്മാതല്ല, ഇവനൊക്കെ ഇവന്റെ അമ്മയുടെ ഫണ്ടെന്നും പറഞ്ഞ് വരുമ്പോ വാരിക്കോരിയാ കൊടുക്കുന്നേ. എന്തു വന്നാലും ഇവിടെ തന്നെ എന്നെ പിടിച്ചു നിർത്തണം. ഏറ്റെടോ, താനും ജോസഫൊക്കെ ഇവിടെ ഇല്ലാതെ എങ്ങനെ? ആ വാറ്റുകാര് കാണാൻ വന്നിരിക്കുന്നു. ശല്യം. ഇവിടെ ഇല്ലാന്ന് പറയണോ? ഉണ്ടെന്ന് താൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഉറപ്പിച്ചു പറഞ്ഞില്ല. കാലാവസ്ഥാ പ്രവചനം പോലെ കാച്ചിയതേ ഉള്ളൂ. വേണേ തിരുത്തു കൊടുക്കാം. വേണ്ട, താൻ പോയ സോപ്പ് ഉണ്ടാവില്ല, എടുത്തോണ്ടാ ഒന്ന് ഫ്രഷ് ആയിട്ട്. ചെല്ല്. സോപ്പ് ഉണ്ടാവല്ലോ. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, ഇങ്കന്റെയും റാക്കിയുടെയും കല്യാണം ഉറപ്പിക്കാൻ പോവാ. ആ. അമ്മ വിവരം പറയാൻ വന്നതാ. നന്നായി, നേരത്തെ അറിയിക്കണം. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തേക്കാം. പിന്നെ ഉം. ഇങ്കൻ പഴയടുത്ത് പഠിച്ചു പോകില്ല. ഒന്നും കൂടി മാറ്റാനുള്ള ഒരു സൗകര്യം. അതിനെന്താ, ചാരായം എടുക്കാൻ വരുന്നവരോട് പറഞ്ഞാൽ മതി, ദിവസക്കൂലി അവർ നിശ്ചയിച്ചോളൂ. എന്നാ